ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററിയുടെ ഇന്ന് നമ്മൾ 2023-ലും 2024-ലും UPSC ചോദിച്ചിട്ടുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. By which one of the following acts were the Governor General of Bengal designated as the Governor General of India? Governor General of Bengal മാറി Governor General of India എന്ന് മാറിയത് ഏത് ആക്ട് ആണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. The Charter Act of 1833. The Charter Act of 1833. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. The Charter Act of 1833, also known as the Government of India Act of 1833, was a law passed by the British Parliament to restructure British India's governors. ഇതിനെ Government of India Act 1833 എന്ന് പറയാറുണ്ട്. The act was intended to end the slave trade in India. ഇന്ത്യയിൽ slave trade അത് ഇമ്പോർട്ടന്റ് ആട്ടോ, slave trade. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ്, നമ്മൾ ഉറപ്പായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. The act elevated the Governor General of Bengal to the position of Governor General of India. Governor General of Bengal മാറി എന്തായി? Governor General of India ആയി. The act established a law commission to codify Indian laws. Indian laws codify ചെയ്യാൻ വേണ്ടി ഒരു law commission establish ചെയ്തു. Important ആണ്. The act established open competition for civil servant selection. അതും important ആണ്. Civil servant selection വേണ്ടി open competition കൊണ്ടുവന്നു. Slavery, അടിമത്തം abolish ചെയ്തു. The act allowed Europeans to settle in India freely. യൂറോപ്യൻസിന് സൗജന്യമായി ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാനുള്ള ഇത് വന്നു. The act extended the royal charter granted to the East India Company for an additional 20 years. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്ത റോയൽ ചാർട്ടർ 20 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഇതും വന്നു. അപ്പൊ ഇതിനകത്ത് അബോളിഷൻ ഓഫ് സ്ലേവറി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മാറി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി, അത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ എന്താണ് ഇത് പറയുന്നത്? ഈസ് ഓൾസോ നോൺ ആസ് സെന്റ് ഹെലന ആക്ട് ഓഫ് 1833 എന്നതിന് ഒരു പേരുണ്ട്. The act was passed to renew the Charter Act of 1830 of the East India Company. 1813 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ട് റിന്യൂ ചെയ്തതാണ്. The act was passed amid significant changes due to the Industrial Revolution in Great Britain. അതായത് വ്യവസായ വിപ്ലവം, ബ്രിട്ടനിലെ വ്യവസായ വിപ്ലവം, അതിന്റെ ഒരു ഇതോട് കൂടിയാണ് ഈ ആക്ടിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഈ പോയിന്റ് ഓർത്തിരിക്കുക. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൽ നിന്ന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറാൻ വന്നത് ഏതാണ്? ഈ ആക്ട് ആണ്. 1833 ആക്ട് ആണ്, ചാർട്ടർ ആക്ട് ഓഫ് 1833. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. 7th August is declared as the National Handloom Day. നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന 7th August ആണ്. It was in 1905 that the സ്വദേശി മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ഓൺ ദ സെയിം ഡേ. ഈ സെയിം ദിവസം തന്നെയാണ് സ്വദേശി മൂവ്മെന്റും സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ സ്വദേശി മൂവ്മെന്റ് നമ്മൾ പഠിക്കുന്നതാണ്. എന്തിന്റെ ഭാഗമായിട്ട് അത് പൊട്ടിപ്പുറപ്പെട്ടത്? നമുക്കറിയാം 1905. 1905ന്റെ പ്രത്യേകത എന്താണ്? പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ്, അല്ലെ? ബംഗാളിന്റെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ്. അപ്പൊ അന്ന് തൊട്ട് 1905 തൊട്ട് 1911 വരെ വന്നതായിരുന്നു. ഇറ്റ് വാസ് റെസ്പോൺസ് ടു ദ ബ്രിട്ടീഷ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905. The movement aimed to promote indigenous products and boycott British goods. അതായത് ബ്രിട്ടീഷുകാരുടെ സാധനങ്ങളെല്ലാം ബഹിഷ്കരിക്കുക, നമ്മുടെ ഇൻഡിജീനിയസ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള സാധനങ്ങളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. The movement encouraged the people to use goods made in India instead of imported goods. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതിന് പകരം നമ്മുടെ സാധനങ്ങൾ, സ്വദേശി, നമ്മുടെ സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു. It also aimed to make the administration more Indian. അതായത് ഭരണത്തിന് എന്താണ്, കൂടുതൽ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരിത്. അതുപോലെ തന്നെ സെൽഫ് റിലയൻസ്, നാഷണൽ പ്രൈഡ്, ദേശീയമായിട്ടുള്ള ഒരു ഇത്, നമ്മുടെ ഒരു ദേശീയ ബോധം ഉയർത്തുക. ഇത് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. People boycotted and burned foreign goods like clothing, sugar and salt. പഞ്ചസാരയും
ഉപ്പും അതുപോലെ തന്നെ വിദേശ നിർമ്മിതമായ വസ്ത്രങ്ങളെല്ലാം ജനങ്ങൾ കത്തിച്ചു. ഇവിടെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ, നമ്മുടെ ഇന്ത്യയിൽ കോട്ടൺ മിൽസും സോപ്പ് ഫാക്ടറികളും മാച്ച് ഫാക്ടറീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പീപ്പിൾ എന്താണ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ പബ്ലിക് പ്രൊട്ടസ്റ്റ് ആൻഡ് മോർണിംഗ്. പീപ്പിൾ ഗേവ് അപ്പ് ദർ ഗവൺമെന്റ് ജോബ്സ്, ഗവൺമെന്റ് ജോലികൾ വരെ ഉപേക്ഷിച്ചു. കുട്ടികൾ വരെ ഈ മൂവ്മെന്റിനകത്ത് ഭാഗമായി. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെയാണ് നയിച്ചത്? ബാലഗംഗാധര തിലക് എവിടെയാണ്? എ ലീഡർ ഫ്രം പൂന. ലാല ലജ്പത് റായ് ഫ്രം പഞ്ചാബ്. ചിദംബര പിള്ളൈ നമുക്കറിയാം, മദ്രാസ് നമ്മൾ പഠിക്കുന്നതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ലീഡർ ആയിരുന്നു. പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഈ സ്വദേശി സമാജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വാട്ട് ഇറ്റ് ലെഡ് ടു, ഇതെന്താണ്, ഇത് എന്തിലേക്കാണ് പിന്നെ നയിച്ചത്? ദ മൂവ്മെന്റ് helped create anti-British sentiment and political consciousness. അതായത് ബ്രിട്ടീഷ് വിരുദ്ധത, അങ്ങനത്തെ ഒരു സെന്റിമെന്റ് നമ്മൾ, ബ്രിട്ടീഷ് വിരുദ്ധ, നമ്മൾക്ക് നമ്മുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം എന്നുള്ള ഇതിലേക്ക് ഒരു ദേശീയത ഇവിടെ ഉണർത്തുകയാണ് ചെയ്തത്. ദ മൂവ്മെന്റ് ലെഡ് ടു ദ റൈസ് ഓഫ് സ്ലോഗൻ സ്വരാജ്, സെൽഫ് ഗവേണൻസ്, സ്വരാജ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, സെൽഫ് ഗവേണൻസ് വേണം എന്ന് പറഞ്ഞ ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ, UPSCയുടെ ക്വസ്റ്റ്യൻ ആണ്. 7th ഓഗസ്റ്റ് നമ്മുടെ നാഷണൽ ഹാൻഡ്ലൂം ഡേ, നമ്മൾ വെറുതെ ആഘോഷിക്കുന്നതല്ല, ഇതിന്റെ ഒരു മെമ്മറിയുടെ ഭാഗമായിട്ടാണ്. ആ സെയിം ദിവസം തന്നെയാണ് സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഒരു മെമ്മറിയുടെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ അത് ആഘോഷിക്കുന്നത്. അപ്പൊ ഇതൊരു കറണ്ട് അഫയേഴ്സിൽ നിന്നും ഇതൊരു ഹിസ്റ്ററിയിൽ നിന്നും കൂടെ കണക്ട് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പെയേഴ്സ് കറക്റ്റ് ഉണ്ട്? ഇതിനകത്ത് 2 പെയേഴ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അതായത് 2 പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തത് കറക്റ്റ് ആണ്. ഭാരതീയ ജനതാ സംഘ് ആരാണ്? ഭാരതീയ ജനതാ സംഘ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി കറക്റ്റ് ആണ്. പക്ഷെ സോഷ്യലിസ്റ്റ് പാർട്ടി ആരല്ല? സി രാജഗോപാലാചാരി അല്ല. സോഷ്യലിസ്റ്റ് പാർട്ടി സി രാജഗോപാല ആചാര്യല്ല, പകരം ആരാണ്? ആചാര്യ നരേന്ദ്ര ദേവിലേക്കാണ് ഏത് പോകുന്നത്? സോഷ്യലിസ്റ്റ് പാർട്ടി പോകുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടി ആരിലേക്കാ പോകുന്നത്? ആചാര്യ നരേന്ദ്ര ദേവിലേക്കാണ് സോഷ്യലിസ്റ്റ് പാർട്ടി പോകുന്നത്. ഓക്കെ, ഇനി കോൺഗ്രസ് ഫോർ ഡെമോക്രസി ജഗജീവൻ റാം, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വതന്ത്ര പാർട്ടി പോകുന്നത് സി രാജഗോപാല ആചാര്യയിലേക്കാണ്. സ്വതന്ത്ര പാർട്ടി ഏതിലേക്കാണ് പോകുന്നത്? അതാണ് സി രാജഗോപാല ആചാര്യയിലേക്ക് പോകുന്നത്. ശ്രീ രാജഗോപാല ആചാര്യയിലേക്ക് പോകുന്നത് ഏതാണ്? സ്വതന്ത്ര പാർട്ടിയാണ് രാജഗോപാല ആചാര്യയിലേക്ക് പോകുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടി ആരിലേക്കാ വരുന്നത്? ആചാര്യ നരേന്ദ്രദേവിലേക്കാണ് സോഷ്യലിസ്റ്റ് പാർട്ടി പോകുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, സോഷ്യലിസ്റ്റ് പാർട്ടി അദ്ദേഹമാണ്. ബാക്കി രണ്ടും കറക്റ്റ് ആണ്. ഭാരതീയ ജനസംഘ് ആരാണ്? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. കോൺഗ്രസ് ഫോർ ഡെമോക്രസി ജഗജീവൻ റാം, അത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് വിത്ത് റെഫറൻസ് ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ബേസ്ഡ് ഓൺ ദ യൂണിയൻ ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ്, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും പ്രിൻസ്ലി സ്റ്റേറ്റ്സും കൂടിയൊക്കെ ചേർത്ത് അതിന്റെ ഒരു യൂണിയൻ ആയിട്ട് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അത് വരുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ. അതിനകത്ത് ആരൊക്കെയാണ് വരുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസും വരുന്നുണ്ട്, പ്രിൻസ്ലി സ്റ്റേറ്റ്സും വരുന്നുണ്ട്. ഡിഫൻസ് ആൻഡ് ഫോറിൻ അഫയേഴ്സ് വെർ കെപ്റ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫെഡറൽ ലെജിസ്ലേറ്റീവ്, അത് തെറ്റാണ്. ഈ ഡിഫൻസും ഫോറിൻ അഫയേഴ്സ് ഒക്കെ ആരുടെ കൺട്രോളിലാണ് വരുന്നത്? അതൊക്കെ ഗവർണർ ജനറലിന്റെ കൺട്രോളിലാണ് വരുന്നത്. ഗവർണർ ജനറലിന്റെയും എക്സിക്യൂട്ടീവിന്റെയും കൺട്രോളിലാണ് വരുന്നത്. ഗവർണർ ജനറലിന്റെയും എക്സിക്യൂട്ടീവിന്റെയും കൺട്രോളിലാണ് എന്ത് വരുന്നത്? ഈ ഡിഫൻസും ഫോറിൻ അഫയേഴ്സും വരുന്നത്. അല്ലാണ്ട് ഫെഡറൽ ലെജിസ്ലേറ്ററിന്റെ കീഴിലല്ല, ഗവർണർ ജനറലിന്റെയും എക്സിക്യൂട്ടീവിന്റെയും കീഴിലാണ് എന്ത് വരുന്നത്? ഡിഫൻസ് ആൻഡ് ഫോറിൻ അഫയേഴ്സ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, നമുക്ക് നോക്കാം.
1935 ഓഗസ്റ്റിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയത്. 1999 ഗ്രേറ്റർ ലണ്ടൻ അതോറിറ്റി ആക്ട് പാസാക്കുന്നതുവരെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമായിരുന്നു ഇത്. ഇതിന്റെ നീളം കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് രണ്ട് ഭാഗങ്ങളായിട്ടൊക്കെ ബ്രിട്ടീഷ് പാർലമെന്റ് അവതരിപ്പിച്ചു. ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അതിൽ 321 സെക്ഷൻസും 10 പട്ടികകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബർമ എന്ന് പറഞ്ഞ് തിരിച്ചു. ഇത് വലിയൊരു ആക്ട് ആയിരുന്നു അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിന് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നും പിന്നെ ഏതാണ് ഗവൺമെന്റ് ഓഫ് ബർമ ആക്ട് 1935 എന്ന് ഡിവൈഡ് ചെയ്തു. ഇതിനകത്ത് വരുന്ന പ്രധാന കാര്യങ്ങളാണ്: ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾക്ക് സ്വയം ഭരണ അവകാശം അനുവദിക്കുക. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അവതരിപ്പിച്ച ഭേദഗതി സംവിധാനം അവസാനിപ്പിക്കുക. സ്വയം ഭരണ അവകാശം, ഓട്ടോണോമി, നമ്മുടെ പ്രവിശ്യകൾക്ക് ഓട്ടോണോമി കൊടുക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയുടെ രൂപവൽക്കരണത്തിന് ഒരു ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കാനുള്ള വ്യവസ്ഥ ചെയ്തു. അതായിരുന്നല്ലോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ നമ്മുടെ ഇവിടുത്തെ ബ്രിട്ടീഷ് പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സിനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഇത് ചെയ്തു. നാട്ടുരാജ്യങ്ങളിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ആമുഖം അവതരിപ്പിച്ചു. അതിനായി 7 ദശലക്ഷത്തിൽ നിന്ന് 35 ദശലക്ഷം ആളുകളെ ഫ്രാഞ്ചൈസിയായി വർദ്ധിപ്പിച്ചു. പ്രവിശ്യകളുടെ ഭാഗിക പുനഃസംഘടനം നടന്നു. ബോംബെയിൽ നിന്ന് സിന്ധ് വേർതിരിക്കപ്പെട്ടു. അത് ഇമ്പോർട്ടന്റ് ആട്ടോ, ബോംബെയിൽ നിന്ന് സിന്ധ്. പിന്നെ ബീഹാർ, ഒറീസ എന്നീ സംസ്ഥാനങ്ങൾ വ്യത്യസ്ത പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടു. അപ്പൊ നോക്കിക്കേ, ബോംബെയിൽ നിന്ന് സിന്ധ് വേർതിരിക്കപ്പെട്ടു, ഇമ്പോർട്ടന്റ് ആണ്. ബീഹാർ, ഒറീസ എന്നിവ വ്യത്യസ്ത പ്രവിശ്യകളായി. ബർമ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഗവൺമെന്റ് ഓഫ് ബർമ ആക്ട് 1935 രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഏതൻ ഇന്ത്യയിൽ നിന്ന് വേർപിരിക്കപ്പെടുകയും പ്രത്യേകമായി ക്രൗൺ കോളനി എന്ന പേരിൽ സ്ഥാപിക്കുകയും ചെയ്തു. പ്രവിശ്യ അസംബ്ലികളുടെ അംഗത്വത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധികളുടെ എണ്ണം ഉൾപ്പെടുത്തി മഹാഭൂരിപക്ഷമുള്ള പാർട്ടികൾക്ക് ഗവൺമെന്റുകൾ രൂപീകരിക്കാൻ നിയമിക്കപ്പെടുകയും ചെയ്തു. ഫെഡറൽ കോടതികൾ സ്ഥാപിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. പ്രവിശ്യാതലത്തിൽ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രാധാന്യ പരിമിതികൾക്ക് വിധേയമായിരുന്നു. പ്രവിശ്യ ഗവർണർമാർക്ക് പ്രധാന അധികാരങ്ങൾ നിലനിർത്തി. ഉത്തരവാദിത്ത ഭരണകൂടത്തെ സസ്പെൻഡ് ചെയ്യാൻ ബ്രിട്ടീഷ് അധികാരികൾക്ക് അധികാരം നിലനിർത്തി. നാട്ടുരാജാക്കന്മാരായ ഭരണാധികാരിയുടെ എതിർപ്പ് കാരണം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നിയമത്തിന്റെ ഭാഗങ്ങൾ നടപ്പിലായില്ല. ആ നിയമത്തിന്റെ ബാക്കിയുള്ള ഭാഗം 1937 പ്രാബല്യത്തിൽ വന്നു. ആ നിയമത്തിന് കീഴിൽ ആദ്യ തെരഞ്ഞെടുപ്പും നടന്നു. അപ്പോൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. ഇപ്പൊ ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞുള്ളൂ. ഓൾ ഇന്ത്യ ഫെഡറേഷൻ അത് ഫോം ചെയ്തു, ബേസ്ഡ് ഓൺ ദ യൂണിയൻ ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. പക്ഷെ ഡിഫൻസും ഫോറിൻ അഫയേഴ്സും പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ലെജിസ്ലേറ്ററിന്റെ കീഴിലായിരുന്നില്ല, അത് ഗവർണർ ജനറലിന്റെ തന്നെ കീഴിൽ ആയിരുന്നു, അത് എക്സിക്യൂട്ടീവിന്റെ കീഴിലായിരുന്നു വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. വിത്ത് റെഫറൻസ് ടു റവന്യൂ കളക്ഷൻ ബൈ കോൺവാലിസ് കൺസിഡർ ദ ഫോളോയിങ് സിസ്റ്റം. റവന്യൂ ടാക്സ് പിരിക്കാൻ വേണ്ടി 3 സിസ്റ്റം ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ SCRT ഫാക്റ്റ് ആണത് അല്ലെ. പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. Under the right-wary settlement of revenue collection, the peasants were exempted from revenue in case of bad harvest or natural calamities. നാച്ചുറൽ കലാമിറ്റീസ്, എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ബാഡ് ഹാർവസ്റ്റ്, നല്ല രീതിയിൽ ഹാർവസ്റ്റ് കൊയ്ത്ത് നടന്നില്ല, നല്ല രീതിയിൽ വിളവെടുപ്പ് നടന്നില്ല, അങ്ങനെയാണെങ്കിൽ പെസൻസിനെ അവരെ ഒഴിവാക്കിയോ? ഇല്ല, അതൊരിക്കലും എന്താണ് പോസിബിൾ അല്ല. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്ത് സിറ്റുവേഷൻ വന്നാലും, എത്ര മോശം സിറ്റുവേഷൻ ആണെങ്കിലും പെസൻസ്, കർഷകര് ടാക്സ്, നികുതി കൊടുക്കാൻ അവർ വിധേയരായിരുന്നു. Under the permanent settlement in Bengal, if the Zamindar failed to pay his revenues to the state on or before the fixed date, he would be removed from his Zamindari. അത് കറക്റ്റ് ആണ്. അതായത് ഈ പെർമനന്റ് സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആദ്യം വരുന്ന ബംഗാളിലാണ്. അപ്പൊ ഇവരെന്താണ്, ഇവർ പറയുന്ന ഡേറ്റിനുള്ള, അതായത് അവിടെ നേരിട്ടായിരുന്നില്ല ഇവർ പിരിച്ചിരുന്നത്, സാമിന്ദാരികളെ ഉപയോഗിച്ചായിരുന്നു നമ്മുടെ ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ടാക്സ് നികുതി പിരിച്ചിരുന്നത്. ഇവർ പറയുന്ന ഡേറ്റിൽ ഇവർ ചെയ്തില്ലെങ്കിൽ അവരെ എന്താണ്, സാമിന്ദാരിയിൽ നിന്ന് ഇവരെ പുറത്താക്കുമായിരുന്നു. അപ്പൊ ലാൻഡ് ലോഡ്സിന് അവരുടെ അവകാശങ്ങൾ, ജന്മികൾക്കും അവരുടെ അവകാശങ്ങൾ അവിടെ നഷ്ടമാകുമായിരുന്നു. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 3 സിസ്റ്റം, അതിനകത്ത് ഒന്നാമത്തെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പെർമനന്റ് സെറ്റിൽമെന്റ്. പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഇതിനെ സാമിൻദാരി
എന്താണ് സാമിൻദാരി സിസ്റ്റം എന്നുകൂടെ നമ്മൾ പറയാറുണ്ട്. ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോർഡ് കോൺവാലിസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോർഡ് കോൺവാലിസ് ആണ് ഇൻട്രൊഡ്യൂസ്. നമ്മുടെ SCERT ഫാക്ട് ആട്ടോ. എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1793 വർഷം ഇമ്പോർട്ടന്റ് ആണ്. എവിടെയൊക്കെയാണ്? ബംഗാളിൽ മാത്രമല്ല, ഇത് സ്റ്റാർട്ട് ചെയ്ത് ബംഗാളിൽ മാത്രമല്ല, ബംഗാളിലും അതുപോലെ തന്നെ ബീഹാറിലും പിന്നെ എവിടെയാണ്? ഒറീസയിലുമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആട്ടോ, നമ്മൾ PSC വരെ ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണത്. പിന്നതാണ് റയറ്റ് വാലി സിസ്റ്റം. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. റയറ്റ്, ഇതൊക്കെ കർഷകർ നേരിട്ട് കൊടുക്കുന്നതായിരുന്നു. പെസൻസ് ഡയറക്ട്ലി കൊടുക്കുന്നതായിരുന്നു ഇത് റയറ്റ് വാലി സിസ്റ്റം. സമൻദാരി എന്ന് പറയുമ്പോൾ സമൻദാർസ് ആയിരുന്നു അവിടെ പിരിച്ചു കൊടുത്തിരുന്നത്. അവർക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യുമായിരുന്നു. റയറ്റ് വാലി സിസ്റ്റം എന്ന് പറയുന്നത് ഡയറക്ട്ലി ഫ്രം പെസൻസ് ആയിരുന്നു. അത് കർഷകരിൽ നിന്ന് നേരിട്ടായിരുന്നു. ഡയറക്ട്ലി ഫ്രം പെസൻസ് ആയിരുന്നു. കർഷകരിൽ നിന്ന് ഡയറക്ട്ലി നേരിട്ട് പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. ഇത് കൊണ്ടുവന്ന തോമസ് മൺട്രോയാണ്. ആരാണ്? തോമസ് മൺട്രോ. ഓർത്തിരിക്കുക, റൈറ്റ് വാലി സിസ്റ്റം ആരാണ് കൊണ്ടുവന്നത്? തോമസ് മൺട്രോയാണ് റൈറ്റ് വാലി. നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു. പിന്നെ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മഹൽവാരി സിസ്റ്റം. മഹൽവാരി കേട്ടിട്ടുണ്ട്, നമുക്ക് 3 പഠിക്കാനുണ്ടല്ലേ. മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം വരുന്നത് 1822 മഹൽവാരി സിസ്റ്റം വരുന്നത്. ഇത് നമ്മുടെ നോർത്ത് വെസ്റ്റ്, നമ്മുടെ വടക്ക് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് റീജിയൻസ്, നമുക്കറിയാം നമ്മുടെ പഞ്ചാബ് അതുപോലെ നമ്മുടെ ആഗ്ര, ആ സ്ഥലങ്ങളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മഹൽവാരി സിസ്റ്റം. ഓക്കെ, നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ്, നമുക്കറിയാം വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ പഞ്ചാബ് ഏകദേശം ആ ഒരു പൊസിഷനിലേക്കൊക്കെ പോകും അല്ലെ. അപ്പൊ ഈ 3 നമ്മുടെ PSC ചോദിക്കുന്നതാണ്. UPSCയുടെ 2024 ക്വസ്റ്റ്യനാണ്, അവരും ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സമൻദാരി, റയറ്റ് വാലി, മഹൽവാരി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമൻദാരി ലോർഡ് കോൺവാലിസ് ആണ്. മഹൽവാരി പിന്നെ റയറ്റ് വാലി തോമസ് മൺട്രോയ് ആണ്. ഓക്കെ, അപ്പൊ ഷുവർ ആയിട്ടും ഓർക്കുക. അപ്പൊ നമ്മൾ 2024 വരെയുള്ള UPSC ചോദിച്ച മോഡേൺ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തത്. നമുക്കിനി മെഡീവൽ ഹിസ്റ്ററി ഉണ്ട്. അതിൽ നമുക്ക് ചോദിക്കാനുള്ളതാണ്. അക്ബർ അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഉള്ളതാണ്. സുൽത്താൻമാരെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ജോഗ്രഫി, ഇതിൽ നിന്നൊക്കെ PSC ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.